ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെട്ടെന്ന് കാണുമ്പോഴേക്കും ഒരു റിസോർട്ടൊക്കെ ആയിട്ട് തോന്നിയെങ്കിലും ഞങ്ങളുള്ളത് ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഇത് ഏപ്രിൽ മാസത്തിലെ വീഡിയോ ആണ്. അപ്പോൾ ആ സമയത്ത് എനിക്കിത് എഡിറ്റ് ചെയ്യാനും ഇടാനും ഒക്കെ ആയിട്ടൊരു അത്രയൊരു മൈൻഡ് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ എടുത്തു വെച്ചെങ്കിലും പിന്നെ ഇട്ടില്ലായിരുന്നു. ഇന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് ഈ വീഡിയോസൊക്കെ പിന്നെയും കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇടാം, ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ എന്ന് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇടുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. അതറിഞ്ഞിട്ട് ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുന്ന ഹസ്ബൻഡ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബെഡിൻ്റെ അവിടെയുള്ള സ്വിച്ചുകൾ ഇങ്ങനെ അമർത്തുമ്പോൾ എൻ്റെ ഹെഡിൻ്റെ അവിടത്തെയും കാലിൻ്റെ അവിടത്തെയും ഭാഗം ഇങ്ങനെ പൊങ്ങിയും താന്നും ഒക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനെ മൈൻഡ് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് ആൾ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നഴ്സുമാർ വന്നിട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് വന്നിട്ടുണ്ട്. സർജറിയുടെ തലേദിവസം എടുത്ത വീഡിയോ ആണ്. അപ്പം MRI സ്കാൻ ഉണ്ടായിരുന്നു. അപ്പോൾ സ്കാനൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് MRI സ്കാനിന് പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കിളി പറന്നുപോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനോ ഒന്നിനും ഒരു ഇതുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് സർജറിയും കഴിഞ്ഞ് ഒരു ദിവസം ICUലും കിടന്നിട്ടാണ് ഞാൻ പിന്നെ റൂമിലേക്ക് വരുന്നത്. അന്നാണ് ഞാൻ സത്യം പറഞ്ഞാൽ എണീറ്റിരുന്നിട്ട് മര്യാദയ്ക്കൊന്ന് ഭക്ഷണം കഴിക്കുന്നത്. അപ്പം നല്ല ആക്രാന്തത്തോടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ വിശക്കുന്നുണ്ട്, പക്ഷേ ടേസ്റ്റ് ഒന്നും അറിയുന്നില്ല. അനസ്തേഷ്യയുടെ ഒക്കെ ഒരു കാര്യം കൊണ്ട് ടേസ്റ്റ് ഒന്നും അങ്ങനെ അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടിലൊക്കെ ഇരിക്കുകയാണ്. എൻ്റെ ഒരു തെറ്റുകൊണ്ട് തന്നെയാണ് ഈ ഒരു സർജറി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കീ ഹോൾ ആകേണ്ടിയിരുന്നൊരു സർജറി എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു സർജറി ചെയ്യാനായിട്ട്. അപ്പോൾ ആ കാരണങ്ങൾ കൊണ്ടാണ് കീ ഹോൾ ആകേണ്ടിയിരുന്ന ഫൈബ്രോയിഡിൻ്റെ സർജറി ശരിക്കും പറഞ്ഞാൽ ഓപ്പൺ സർജറി ആയിട്ട് മാറിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് എത്രയും പെട്ടെന്ന് സ്കാൻ ചെയ്തിട്ട് അതിനുള്ള പരിഹാരം കാണുക. എന്നെപ്പോലെ ഇതും കൊണ്ട് ഇരിക്കരുത്. അപ്പോൾ എനിക്കത് എല്ലാവരോടും പറയണമെന്ന് തോന്നി ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ. അപ്പോൾ ഞാനും ആ കർട്ടണും ഒരേ കളറായതുകൊണ്ട് മാച്ചൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വേറൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ അന്നാണ് എനിക്ക് നടക്കാൻ പറ്റിയത്. അതിൻ്റെ ഒരു ആവേശത്തിലായിരുന്നു ഞാൻ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഡിസ്ചാർജിന് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് എനിക്ക് ചെറുതായിട്ടൊരു ബ്ലഡിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും കൂടി IV കൂടി ഇട്ടിട്ട് തിരിച്ചു പോകാമെന്ന് ഡോക്ടർ പറഞ്ഞത്. അപ്പം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് IVക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. IV എല്ലാം കഴിഞ്ഞിട്ട് ഡിസ്ചാർജൊക്കെ ചെയ്ത് വീട്ടിലേക്ക് പോയി. അപ്പോൾ എനിക്ക് എന്തൊക്കെയായിരുന്നു സിംറ്റം, എന്തുകൊണ്ടാണ് ഞാൻ സർജറിയിലേക്ക് പോയത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ സർജറി കഴിഞ്ഞിട്ട് 2 മാസമായി. ഞാൻ ഓക്കെയാണ്. എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ എനിക്ക് ആ ഒരു ടൈമിൽ ഡൗൺ ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാതിരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് വേദന എന്ന് പറയുന്നത് അത്രയും പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നിയില്ല. വേദന ഓക്കെ, നമുക്ക് സഹിക്കാവുന്നതാണ്. നമുക്ക് സെക്ഷൻ ചെയ്യുന്ന പോലെ തന്നെയാണ് എനിക്കും തോന്നിയത് ഈ ഒരു സർജറിക്കും. പിന്നെ എനിക്ക് കൂടുതൽ പ്രശ്നമായിട്ട് തോന്നിയെന്ന് വെച്ചാൽ എനിക്ക് പുറത്തൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂ ആയിരുന്നു എനിക്ക് കൂടുതലായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഹോസ്പിറ്റൽ വിശേഷങ്ങൾ. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.